അല്ല മധുരയിൽ അറിയാൻ നല്ല ടീന് പറ്റില്ല. ടേബിളോടെ എല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. തുടക്കത്തിൽ 2-3 പ്രാവശ്യം പല പ്രാവശ്യം വരും. പിന്നെ ഞാനത് നോവാറിന് വിടും. എന്നുവെച്ചാൽ പിന്നെ കൊറോണ കാലമാണ്, പലതരം പ്രോട്ടോകോൾ ഞങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്കൂളിലൊക്കെ ചടങ്ങ് നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ അവരോട് ഈ കാര്യം നോ പറഞ്ഞു വിട്ടാണ്. പിന്നെ ഷാബാസൊക്കെ പ്രവാസികളായ കുറച്ച് ആളുകളുണ്ട്, അവരിപ്പോൾ അടുത്ത് ലീവിന് പോകും. അതെന്തെങ്കിലും ചെയ്തതിന് വരും. അപ്പോഴാണ് ഈ സമയം വേറെ വരെ തരായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കഴിച്ചാൽ നല്ല സെറ്റപ്പോക്കാണ് ഈ സമയത്താവട്ടെ. അവർ കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ക്ലാസ്സിൽ കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഈ മനസ്സിലായി ഈ ഒരു മൂലൊക്കെ ഉണ്ടാവും. അന്ന് ഞങ്ങൾ പേടിയായിരിക്കും. തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് അതായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങൾ കുരുത്തകൾ കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അംഗീകരിച്ചാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശാസിച്ചിട്ടുണ്ടാവും, ശിക്ഷിച്ചിട്ടുണ്ടാവും. അതൊക്കെ മറ്റു രീതിയിൽ നിങ്ങൾ നന്നാവുന്നതൊക്കെ നല്ല ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു ചൊല്ല് അല്ലെങ്കിൽ ഒരു ശൈലി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരഞ്ഞ കാലത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിരിക്കും. നമ്മൾ അന്ന് കരഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിയുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ചിരിച്ച കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് കരച്ചിൽ വരും. നമ്മൾ പക്ഷേ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഒരു തമാശ രൂപേണൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്നാണ് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുമ്പോൾ ഞങ്ങളെ മുന്നിലിരിക്കുന്ന നമ്മൾ വളർന്ന് ഒരുപാട് വലുതായി. പിന്നെ വന്നപ്പോൾ കുറേ അന്വേഷിച്ചൊക്കെ വളരെ നല്ല ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഷാബാസിനോട് ഇതിനെപ്പറ്റി പിന്നെ ചോദിച്ചപ്പോൾ തന്നെ പിന്നെ സാധാരണ പ്രതിസാ ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ അതൊക്കെ 2 കാര്യമാണ് പറഞ്ഞു. അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു കുട്ടി നിങ്ങളെ കൂടുതൽപ്പെട്ട ഒരു കുട്ടി ഡയാലിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ കുട്ടി ഇപ്പോൾ മലയാളം മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയാണ്, ചികിത്സയിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് നിങ്ങളുടെ കൂട്ടായ്മ വളരെ സാമ്പത്തിക സഹായം വളരെ പിന്തുണയും കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ആ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളല്ല കൂടുതൽ സംസാരിക്കേണ്ടത് നിങ്ങളാണ്.
നിങ്ങൾ പിന്നെ ഇവിടെ സ്കൂളിൽ നിന്ന് പോയി നിങ്ങളുടെ എവിടേക്ക് എത്തി, എവിടേക്ക് പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കെടുക്കാനായിരിക്കണം പ്രധാനമായിട്ട് സമയം വേണ്ടത്. നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഇതിന് വേണ്ട പിന്നെ അഭിനന്ദിച്ചുകൊണ്ട് അതുപോലെ ഞങ്ങൾ വിളിച്ചതിന് അവസരം ഒരിക്കൽ നന്ദിയോടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നുണ്ടായിരുന്നു. ഞാൻ പറയാറുണ്ട് ഡേറ്റിങ്ങളോട് പറഞ്ഞില്ല, ഞാനത് മുമ്പാണ് ചെയ്തത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കണം. അല്ല, എനിക്കത് ഓർമ്മയുണ്ട്, ഞാനതങ്ങനെ ചെയ്തിട്ടുണ്ട് സത്യം. കാരണം അപ്പൊ കുറച്ചാളുകൾ പറഞ്ഞ് ഞങ്ങൾ വിളിക്കാതെയും വരുന്നു. ഞാൻ വിളിക്കാതെ തന്നെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ വിളിക്കുകയാണെങ്കിൽ അന്ന് നമ്മളെ 7 D ഒക്കെ ഉണ്ട്, ഭയങ്കര സ്ട്രെങ്ത്തും ഉണ്ട്. 7ാം തരത്തിനെ മാത്രം വിളിക്കണമെങ്കിൽ തന്നെ എനിക്ക് 200ഓളം കുട്ടികളുണ്ടാവും. അത് കറങ്ങി വരുന്ന 6ാം തരക്കാർ വേറെ. കാരണം 6 Bയിലാണ് അന്ന് എനിക്ക് ചാർജ്, 6ാം തരക്കാർ. അതുകൊണ്ട് അപ്പൊ ആരെന്നോട് ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളന്ന് കല്യാണം അറിയാതെ ഞങ്ങളെ പറ്റിച്ചതാണ്. അപ്പൊ ആ ഒരു വർഷമാണ് നിങ്ങൾ പോകുന്നത്. കുറെ കാര്യങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നു ഫോൺ ചെയ്തത്. സത്യത്തിൽ ഇപ്പൊ എന്താ പറയേണ്ടത് നിങ്ങളെ കാണുമ്പോൾ ഞാൻ മറന്നു. കാരണം ഞാൻ 98ലാണ് കരീമാഷ് പറഞ്ഞു, 98ലാണ് ഇവിടെ സർവീസിൽ. അതേ വർഷം തന്നെയാണ് കരീമാഷിയുടെ സർവീസിൽ. മാഷ് 5 മാസം 6 മാസമായിട്ട് ജോലി ചെയ്ത് പോയി. ഞാനന്ന് 98 വരുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഡ്യൂട്ടി എല്ലാ ക്ലാസ്സിലും ചാർജ് ഉണ്ട്, ഏതോ ക്ലാസ് കൂട്ടിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ബില്ലെഴുത്താണ് ആദ്യം കിട്ടിയത്. ബില്ലെഴുതാ പൂക്കൽ മാഷും മറ്റേ ഷൗക്കത്ത് മാഷും പിന്നെ ബഷീർ മാഷും ഉണ്ടാവും. അവര് ക്ലാസ് പോകുന്ന സമയത്ത് ഞാനിരുന്നത് അപ്പോൾ ഞാൻ ബില്ലെഴുത്തിയെന്ന് കുറച്ച്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ക്ലാസ് ചാർജ് തന്നത് 2 Bയിലാണ്. അന്ന് ആ 2 Bയിൽ ഉണ്ടായിരുന്ന കുറേ കുട്ടികളെയും കൂട്ടത്തിൽ അന്നത്തെ ആ 2 Bയിലെ കുട്ടികൾ ഞാൻ പിന്നെ ഒരു 4 മാസമായിട്ട് 2 Bയിൽ ചാർജ് എടുത്തിട്ട് അതിന് ശേഷം പിന്നെ 5 Cയിലേക്ക് മാറ്റി. സാവി ടീച്ചർ ആയിരുന്നു 5 Cയിൽ ചാർജ്. സാവി ടീച്ചർ എൻ്റെ ഒരു കാര്യത്തിൽ ലീവായപ്പോൾ ഞാൻ നേരെ 5 Cയിലേക്ക് വരും. ആ സമയത്ത് നേരെ 5 Cയിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഞാൻ പിന്നെ UPയിൽ തന്നെയാണ് പിന്നെ ക്ലാസ് ചാർജ് കിട്ടി അങ്ങനെ പോകുന്നത്. നിങ്ങൾ ആ 2 Bയിൽ നിന്ന് നിങ്ങളിങ്ങനെ വലുതായി ഇങ്ങനെ ഒന്ന് 5 Bക്ക് എത്തി. ഞാൻ 5 Bയിലും മാത്സ് കിട്ടുന്നു. പിന്നെ നിങ്ങൾ 6 Bയിൽ എൻ്റെ ക്ലാസ് ചാർജിലായി. 7 Bയിൽ മറ്റേ ഷൗക്കത്ത് മാഷ്ക്കായിരുന്നു ചാർജ്, പക്ഷെ ഷാനിബ ടീച്ചറായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഷൗക്കത്ത് മാഷാണ് ക്ലാസ് ചാർജ്, പക്ഷെ ഷാനിബ ടീച്ചർക്കായിരുന്നു ക്ലാസ് ടീച്ചർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാൻ വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ സ്കൂളിൽ പക്ഷെ നിങ്ങൾ പോയിട്ടും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങൾ മറ്റുള്ള ചില ബാച്ചുകളിലുള്ള കുറച്ച് അടുപ്പം ഞാൻ എന്താ വെച്ചാൽ ഫസ്റ്റിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ആ ചെറിയൊരു 2 Bയിലും 3 Cയിലുള്ള കുറച്ച് കുട്ടികളാണ്, പിന്നെ 2 Cയിൽ. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് സത്യത്തിൽ നിങ്ങളോട് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഉള്ള ചെറിയ കുട്ടികളാണ്. അല്ല എനിക്കറിയാം, അന്ന് തൊട്ട് അപ്പുറത്തുണ്ടായിരുന്നത് അമുട്ടി മാഷുണ്ടായിരുന്നു. ഞാൻ അല്ലാതെ പണിക്കെടുക്കുമ്പോൾ ഞാൻ പുതിയതായിട്ട് വന്നത് ആളാകുമ്പോൾ തല്ലാൻ പറ്റില്ല എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അമുട്ടി മാഷുണ്ടാവും, പിന്നെ അപ്പുറത്ത് അലി മാഷും രണ്ടാളെ ഞാൻ വിളിക്കാം. പക്ഷെ ഞാൻ കൂടുതലും വിളിക്കാം അമുട്ടിനൊന്ന് വാടും. അപ്പോൾ ഞാൻ ആ ഒരു ലെവലിലുള്ള ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളോട് മറ്റുള്ള ക്ലാസ്സിലേറെ എനിക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും കൊണ്ട് ഒരു സ്പോർട്സിന് പോയതൊക്കെ ഞാൻ നിങ്ങളാണ് ആ ബാച്ച്. കാരണം 2002 എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ നവംബർ മാസത്തിലാണ് നമ്മളെ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം നമ്മൾ സ്പോർട്സ് അന്ന് നമ്മളെ നൗഷാദ് മാഷ് മണ്ണിച്ചേരി മാഷ് അങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. ഞാൻ അവിടുന്ന് കുട്ടികളെ ഞാൻ നിങ്ങളെയും കൊണ്ട് പോയത് 7 Bയിൽ മാത്രമല്ല, നമ്മൾ 7യിലെ മറ്റുള്ള കുട്ടികളുണ്ട്. നിങ്ങൾ ആ 7ാം ബാച്ചിൽ 6ലും കുറച്ച് കുട്ടികളെ കൊണ്ട് നമ്മൾ നേരെ പോണത് മംഗള ഹൈസ്കൂളിലാണ്. മംഗള ഗ്രൗണ്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് സ്പോർട്സ് മംഗള ഗ്രൗണ്ടിലല്ല, നമ്മൾ കോളി ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അവിടെ ലാസ്റ്റ് ലാപ്പ് നടക്കുക. നമ്മൾ ചോറിന്ന് കുറെ മാസന്മാർ കളിയാക്കി ചോറ് അഴിച്ച് വാങ്ങി കൊടുത്തതാണ്. നമുക്കത് സ്പോർട്സ് പങ്കെടുക്കാൻ പറ്റി. എനിക്കത് എപ്പോഴും ഓർമ്മ. അതേമാതിരി നമ്മൾ നെടുങ്കയത്തേക്ക് ഒരു അല്ലെ ട്രെയിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിലൊക്കെ അന്നത്തെ നമ്മളുടെ ക്യാപ്റ്റൻ നമ്മൾ പിന്നാലെ നിന്ന് കൊടുക്കും. അതുപോലെ നമ്മൾ ഒരു മല കയറി പോയി ഞാനെന്താ ആ വരുന്നോടെയുള്ള ആ ഒരു ബാച്ചുകൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അതിന് ശേഷം ഞാൻ നേരെ നിങ്ങളെ ക്ലാസ്സിലാണ് വരുന്നത്. ആ യാത്രകൾ ഇപ്പോൾ ഉണ്ട് ചേരിമൽമക്ക് അന്ന് സ്ഥിരമായിട്ട്
എല്ലാ വർഷം പോകണാണല്ലോ. പാടില്ല. ഒന്ന് പിന്നെ മോളിലേക്ക് പോകാനുള്ള അനുമതി പെർമിഷൻ അല്ലാതെ ഇല്ല നമുക്ക്. അപ്പൊ ഇങ്ങനെ കുറെ മനോഹരമായ ഓർമ്മകളൊക്കെ ഞെട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഷർഫുദ്ദീനൊക്കെ നല്ലതും കിട്ടി. അപ്പൊ ഷർഫുദ്ദീനൊക്കെ വലിയൊരു മരത്തിന്റെ ബിസിനസ് മരക്കച്ചവടക്കാരാണ്. അപ്പം തന്നെ മൂപ്പരന്നെ അതേ ലെവലിൽ തന്നെ വന്നു. കച്ചവടക്കാരാണ്. നിങ്ങൾ പല ആളുകളെയും ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് വെച്ച് കാണുന്നു. ചില ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഷഹബാസിനൊക്കെ ഞാൻ ഇടയ്ക്ക് മറ്റേ വാട്സപ്പിലൂടെ ചന്ദ്രിയൻ്റെ ആളായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മരണ വിവരമൊക്കെ കൊടുക്കാനൊക്കെ മുന്നേറ്റ് ബന്ധപ്പെട്ടു വാട്സപ്പിൽ. അങ്ങനെയൊക്കെ പല ആളുകളായിട്ടും എൻ്റെ ലേഖനങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. നല്ല ഒരു ഭാവിയിലെ ഇപ്പോഴത്തെ എൻ്റെ കാഴ്ചയിൽ ഭാവിയിൽ ഒരു കമാൽ വരദൂറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓനെന്തായാലും അറിയാം. കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാണാനും ആശയവിനിമയം നടത്താനും സന്ദർഭം നൽകിയ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നൽകി. അതുപോലെ തന്നെ പഴയ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. കടക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തെറ്റുകളും അതുപോലെ കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളും ഈ സ്കൂളിലെ കുട്ടികളും അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അതൊരു വിചാരമാണ്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ എനിക്ക് വിളിക്കാറുണ്ട്, പലരും ഫോൺ ചെയ്യാതെ. അപ്പോഴൊക്കെ ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു വിളിച്ചു, ഷാബാസ് വിളിച്ചു, അതിന് മുമ്പ് മൊയ്തീൻ വിളിച്ചു, ഇതൊക്കെ വിളിക്കുമ്പോൾ എന്തോ അറിയില്ല, എനിക്ക് എന്തോ ഒരു സന്തോഷമാണത്. എല്ലാം കൊണ്ടും ഇപ്പോൾ നല്ല ബെനിഫിറ്റാണ്. സാമ്പത്തികമായിട്ടും അത്യാവശ്യം ആരോഗ്യമായിട്ട് കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിലും, പക്ഷെ അതിലൊക്കെ എനിക്ക് ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികളുടെ ആ ശബ്ദം ഫോണിലോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ കാണുമ്പോൾ ചോദിക്കും, മാഷേ പറഞ്ഞു, അപ്പോഴുള്ള വികാരം ദൈവത്തെ ഓർത്തിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വേറെ ഒരു ജീവിതത്തിലും കിട്ടിയിട്ടില്ല. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ യാത്ര ഇത് എങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് അറിയാനുള്ളത്. അതുകൊണ്ട് ഞാൻ വല്ലാതെ പറയുന്നില്ല. ഈ ആൺകുട്ടികളെ ചിലരെയൊക്കെ ഇങ്ങനെ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പെൺകുട്ടികളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. റയാന്റെ ഉമ്മയെ വിളിച്ച് അവരുടെ കുട്ടി കൂടെ പഠിക്കുന്നതുകൊണ്ട് 5ാം ക്ലാസ് മുതൽ അവളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മാറ്റം വളരെയധികം ഹരിധറിനെ ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത കുട്ടിയാണ്. അവര് നല്ലപോലെ ഇവിടെ വന്നപ്പോ ആ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന ഒരുപാടാണ് വഴിയിൽ ഫാൻ കൊണ്ടുവന്നു. പിന്നെ ടീച്ചറെ ക്ലാസ്സിലൊക്കെ പൊടിയായിരുന്നു, അപ്പോൾ കൂട്ടി കണക്കില്ല അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവരെ എത്രയോ പ്രയത്നിച്ചു അതിന് വേണ്ടിയിട്ട്. വന്ന് പഠിപ്പിക്കുന്ന വളരെയധികം പ്രത്യേക അഭിനന്ദനം. അതേപോലെ തന്നെ ഇവിടുന്ന് റിട്ടയർഡായി പോയവരെയും ട്രാൻസ്ഫർ ആയി പോയവരെയൊക്കെ കാണാനുള്ള ഞങ്ങൾക്കൊരു സാഹചര്യം കൂടി ഉണ്ടായി ഈ സംഗമം കൊണ്ട്. അതിനും പ്രത്യേകമുണ്ട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സൗഭാഗ്യമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇങ്ങനെ ഈ ടീച്ചറ് സഹായി
സഹായിച്ചോണ്ട് ടീച്ചർ പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഈ YFP സ്കൂളിൽ ജോലി ചെയ്യുമ്പോഴേ പൊതുവില് 3 വർഷം ജോലി ചെയ്തു. ഈ മാഷന്മാരെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഞായറാഴ്ച ആൾക്കാരെ കൊണ്ട് സ്കൂളിൽ പോയില്ല. 3 കൊല്ലം കഴിഞ്ഞിട്ട് പോസ്റ്റ് പോയി. പിന്നെ അങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ അതിൻ്റെ മാനേജർക്ക് വേറെ സ്കൂൾ പോയില്ല, ഓർഫനേജ് UP സ്കൂൾ. അവിടെ ഒരു വർഷം കിട്ടി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിൽക്കുമ്പോഴാണ് ഇവരെ റിലേഷൻ സുലൈഖ ടീച്ചറാണ്, ഷാൽമ ടീച്ചറാണ്. അവർ ഒഴിപ്പിലുണ്ട്. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്, അവർക്ക് അറബിക് ടീച്ചർ പ്രഗ്നന്റ് ആണോ സംശയമുണ്ട്, അവർ വയറും കാണുമ്പോൾ എനിക്ക്. അപ്പോൾ അവരുടെ ഹസ്ബൻഡിന്റെ സ്കൂളിൽ അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ചോദിക്കും എന്താണ്. അന്ന് 61 ദിവസത്തെ ലീവിന് വന്നാണ്. അതിലാണ് നമ്മളെ കരീം മാഷായിരിക്കും വരുന്നല്ലോ, കാഞ്ഞ വളവനാണ് കരീം മാഷ്. ഇവിടെ എനിക്ക് റിട്ടയർഡായ പോസ്റ്റുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ഒരു വർഷം കിട്ടുന്ന ശമ്പളം അവിടെ ഒരു മാസം കിട്ടും. അപ്പൊ എന്റെ ഒപ്പം ഇങ്ങനെ കൂടിയിട്ട് പറയും ഇതിന്റെ ലീവ് വേറെ ശരിയാക്കി തന്നാൽ ഞാൻ പോകും, അപ്പൊ എനിക്കത് നിന്നൂടെ. പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഷൗക്കത്ത് മാഷ് പറയണ്ടേ. അപ്പൊ ഞാൻ സ്കൂൾ താരം പെടുന്നു പോലെ ഇവിടെ കിടന്ന് ഇങ്ങനെ തരും. ഷൗക്കത്ത് മാഷ് പിന്നാലെ ഇങ്ങനെ ലുക്മാനിലൊക്കെ പുറത്തുനിന്ന് എന്തിനാ അവസാനം മൂപ്പർ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കരീമിന്റെ ലീവ് ശരിയായി കളന്ന് എനിക്ക് നിൽക്കാനോ. അങ്ങനെയാണ് 5 കൊല്ലം ഇവിടെ വലിയൊരു എന്താ പറയുക സന്തോഷമുള്ളൊരു കാലമാണ്. വീണ്ടും പൂർവ്വ സ്കൂൾക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക പലരും കാണുമ്പോൾ എന്താ പറയുക ഷഹബാസിനെ എപ്പോഴും കാണും. അപ്പോൾ ഞാനിങ്ങനെ പറയാം നല്ല പത്രക്കാരനെ കാണി, പത്രക്കാരെല്ലാവർക്കും പേടിയേക്കാരും, വലിയൊരാളായിട്ടൊന്നും എല്ലാവരും പേടിയേക്കാരും. ഇപ്പോൾ എന്തായാലും എഴുതി പിടിപ്പിപ്പോൾ ഇപ്പോൾ എല്ലാവരും ഓരോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മലപ്പുറത്ത് ഞാൻ പറയും എൻ്റെ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നോട് ചിലർ ചോദിക്കുന്നത് നേർക്കിനുള്ള മാഷാണോ അത് അറബി മാഷാണോ. നമ്മൾ നേർക്കിനുള്ള മാഷ അല്ലാത്തതുകൊണ്ടുള്ളൊരു എന്നാലും ഇപ്പം ഇങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ല അന്നത്തെ കാര്യം ഏറ്റവും നല്ലതല്ലേ? അതാണ് അതിൽ പറഞ്ഞത്. ഒരു വട്ടം കൂടി ആ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹൻ തന്നെ. ഇവിടെ അങ്ങനെയാണെങ്കിൽ നെല്ലിമരം ഉണ്ടല്ലേ, തിരുമുറ്റത്ത് പോയി നിൽക്കും നെല്ലിമരം. പക്ഷെ വെറുതെയാണ് ഈ മോഹം എന്നറിയെങ്കിലും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറഞ്ഞാലും പിന്നെന്താണ് നമുക്ക് അതിനാണ് എപ്പോഴും ഇപ്പൊക്കെ തന്നെയാണ്. കഴിഞ്ഞതാണ് ഏറ്റവും രസം, അത് അപ്പം മനസ്സിലാവില്ല. നസറുദ്ദീൻ ഹാജിന്റെ ഒരു കഥ ഉണ്ട്. ഹാജിക്ക് 9 ഇഞ്ചിന്റെ ഷൂ ആണ് വാങ്ങുന്നത്, പക്ഷെ 8.25 നമുക്ക് വാങ്ങുള്ളൂ. അപ്പൊ കടക്കാരൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തരാം, അത് ഈ കാലിന്റെ അടിയിൽ കുത്തിത്തിരിക്കാനായിട്ട് ഇടങ്ങാറായി നടക്കുന്നു. പക്ഷെ ഹോജ പറഞ്ഞൊരു സംഭവം എന്താ അറിയാം, ഇത് വീട്ടിൽ ചെന്ന് അയച്ചുകൊണ്ട് നോക്കുന്ന ഒരു സുഖമുണ്ട്. അതിലെന്തെങ്കിലും എന്ത് വേണം, ഇപ്പത് കഴിക്കില്ല എന്ന മാതിരിയാണ്. ചിലപ്പോൾ ആ ഷൂ അയച്ചിട്ടുകൊണ്ടാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. ഏതായാലും എന്താ പറയുക, ഈ സ്നേഹസംഗമം ഒരു വട്ടം കൂടിയാൽ നമുക്ക് പലവട്ടം കൂടാൻ കഴിയട്ടെ. കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം ഉണ്ട്. അബൂബക്കർ മാഷ് പിന്നെ നമ്മളെ മാതൃക ശരിക്കും. അബൂബക്കർ മാഷ് ഇങ്ങനെ നോക്കൊരു 1-ാം തീയതി ഒക്കെ ആയാലും പിന്നെ ഇങ്ങനെ 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 എഴുതണുണ്ടെന്നുള്ളത് വളരെ ഗൗരവത്തിലാവുന്ന ഇങ്ങനെ എഴുതി അതൊന്ന് ആ പേപ്പറിലൊക്കെ ഒന്ന് ഇങ്ങനെ കൈ വെച്ച് മോദിക്കൊക്കെ നോക്കി അതൊന്ന് എഴുതി കിട്ടിയാലേ ശമ്പളം നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. കരീം മാഷ് അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി കുറേ ലീവ് ശരിയാക്കിയിട്ടുണ്ട്. ആ ലീവുകൾ ശരിയായപ്പോൾ ആ സന്തോഷത്തിൽ തന്നെ കന്യാകുമാരി കൊണ്ടുപോയി വിവേകാനന്ദ പാറയൊക്കെ കാണിച്ചെന്ന്. ബഷീർ മാഷ വിവരമില്ല എപ്പോഴും കിട്ടും. ഞങ്ങൾ പിന്നെ ഷംല ടീച്ചറുടെ ഹസ്ബൻഡാണ്, അവരുടെ വൈഫിൻ്റെ സ്കൂളുണ്ട്. ഞങ്ങളെ വിദ്യാരംഗത്തിൻ്റെ ഒക്കെ ബഷീർ മാഷ പോലെയല്ല, നല്ലൊരു സഹൃദയാണ്, കവിയും കലാകാരിയൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ബഷീർ മാഷ വീട്ടിൽ കല്യാണോ സൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ ആൺകുട്ടി പിന്നെ മഞ്ചേരി മുപ്പരെ കുറിച്ച് കുറേ കാലത്തിന് ശേഷം കണ്ടില്ലായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൻ്റെ ഒരു വീക്കെൻഡിൽ കണ്ടു. ഷൗക്കത്തലി മാഷ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന് അത് ഈസാക്കിന്റെ പണിയാണ്. അവന് ചോറ് കൊണ്ടുവരാത്ത നമുക്ക് ചെട്ടിയറമ്പത്തില്ല അറിയാം, ഞങ്ങൾക്ക് ചെലവുകൂടി അതിലുണ്ടോ. അപ്പോൾ ബാങ്ക് പ്രസിഡന്റ് ഒക്കെ ആയിപ്പോ അതിന് തന്നെ കൊടുക്കണം. ഇസ്മായിൽ മാഷാണ് ഏറ്റവും വലിയ ചോറ് മരണം. ഞാൻ അത്ര വലിയൊരു ടിഫിൻ ബോക്സ് ദിവസം അതിന് മുമ്പ് ശേഷം അതിന്റെ പ്രത്യേകത എന്താ പറയുക, അത്ര വലിയ പാത്രം ഉണ്ട്, അതിൽ നിറച്ച് പിന്നെ ബീഫും ചോറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അത് തീരും ചെയ്യും. ഇത്ര സ്പീഡിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന നമ്മള് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കൂർക്കം വലിയ ശബ്ദമാണ് ഇങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനും പെട്ടെന്ന് ഉറങ്ങാനും കഴിയുന്ന
ഇസ്മായിൽ മാഷ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള വലിയ സന്തോഷം. ഞാൻ 3 സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സർവീസ് കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ വസന്തകാലം എന്ന് പറഞ്ഞ ഇവിടുത്തെ 5 കൊല്ലവും 61 ദിവസവും നല്ല സൗഹൃദം ബന്ധങ്ങളും ഒക്കെ ഇത് ഇനിയും ഇങ്ങനത്തെ സംഗമങ്ങളിലൊക്കെ വരാം. എല്ലാവിധ ആശംസകളും നേരാണ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അല്ലേ? മാഷന്മാരെ ഞങ്ങളിപ്പോഴും ഇവിടെ തന്നെയാണ് നിൽക്കുക. ഞങ്ങൾ രമണി ടീച്ചറെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ കയറി വർത്തമാനം പറയാൻ കൊണ്ടുവന്നു. രമണി ടീച്ചറെ ഒരു ദിവസം ഇങ്ങനെ കലക്ട്രേറ്റിൽ ചെന്നപ്പോൾ ADM എണീക്കുന്നുണ്ട്. ആ ടീച്ചർ എന്തിനാ പോകുന്നു എന്നൊക്കെ ചോദിച്ച് ഫയലൊക്കെ ഇട്ട് അങ്ങോട്ട് പോയി കാര്യമൊക്കെ ചെയ്ത് കൊടുത്തുണ്ടാവും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് റോട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരിക്കലും നിർത്താത്ത ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ടീച്ചർ കൈ കാണിച്ചപ്പോൾ നിർത്തിയപ്പോൾ ADM മാത്രമല്ല വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്താണ് ടീച്ചറെ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. പിന്നെ ടീച്ചർ ഷോപ്പിൽ സാധനം വാങ്ങാൻ വേണ്ടി ചെന്നു. അപ്പോൾ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങി ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി ടീച്ചർ എന്നൊക്കെ ചോദിച്ചൊക്കെ എടുത്തു കൊടുത്തു. പൈസ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ പഠിപ്പിച്ച കുട്ടിയാണ്. ടീച്ചർ രാത്രി ഇങ്ങനെ ക്വാർട്ടേഴ്സിൽ ഉറങ്ങുമ്പോൾ പിന്നെ ഓട് പൊളിച്ചിട്ട് കാരണം കയറി കാത്തിയത് കാണിച്ച് ലൈറ്റ് ഇട്ടപ്പോൾ നോക്കും ആ ടീച്ചറെ എങ്ങനെ പോവാണ്. അപ്പൊ അതും ടീച്ചർ പഠിപ്പിച്ച കുട്ടിയാണ്. ADM സബ് ഇൻസ്പെക്ടറും ഡ്രൈവറും വ്യാപാരിയും വ്യവസായിയും കള്ളനും ഒക്കെ ടീച്ചർക്ക് ഇപ്പോഴും പണി എന്താണ് തിങ്കളും താരങ്ങളും കതിർച്ചനും തുങ്കമാവും വാനും ചോട്ടിയിലാണ് എൻ്റെ വിദ്യാലയം എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ എവിടെ ജീവിതത്തിൽ എവിടെ എത്തിയാലും ഞങ്ങളോട് സംഗതി പറയാം. എവിടെ എത്തിയാലും എത്ര നിങ്ങൾ വലിയ കലാലയങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലേ? യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ സർവകലാശാലകളിലൊക്കെ. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും എന്താണ് തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിന്നുന്ന ആ തുങ്കമാവ് വാനും ചോട്ടിലുള്ള വിദ്യാലയം ഏതാണ്? നമ്മുടെ പ്രാഥമിക വിദ്യാലയം തന്നെയാണ്. അതെന്നും MA UP സ്കൂൾ തന്നെ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? 2002-2003 ബാച്ച് നമ്മളൊരു B ക്ലാസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 5-ന്ന് 6-ന്ന് 7-ന്ന് ഉള്ളവരൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിനെ നമ്മൾ എല്ലാവരും ക്ഷണിക്കാറുള്ളത് എല്ലാവരും ക്ഷണിച്ചിരുന്നു. ഏകദേശം 2 വർഷത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. കുറേ കാലമായി നമ്മൾ കൂടുന്നത്. കുറേ ആളുകൾ പ്രവാസികൾ ഞങ്ങൾ നേരത്തെ വന്നു. കുറേ ദിവസം ഏകദേശം 2019 ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഇങ്ങനെ പ്ലാൻ അവിടെ മനസ്സിൽ വന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കരുതിയവരൊക്കെ എത്തിയിട്ടുണ്ട്. അത്രയും പല പ്രശ്നവും വരാൻ പറ്റാത്ത നേരത്തെ ജീവിതം പറഞ്ഞാണ് എല്ലാവർക്കും വാട്ടിലെല്ലാവരും ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഗതം പറയണം. അപ്പോൾ ഇത് വളരെ സന്തോഷം വെച്ചിട്ട് നമ്മളെ ഇത്ര സ്ട്രെങ്ത് തന്നെ ഇവിടെ ബാക്കിലുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ പഠിപ്പിച്ച ഞങ്ങൾ 2 ദിവസം 3 ദിവസം ഗ്യാപ്പിലൊക്കെയാണ് മാഷന്മാരൊക്കെ വിളിച്ചത്. ബഷീർ മാഷോട് നിരന്തരം ബന്ധപ്പെട്ടായിരുന്നു. ഈ ഒരു കൊറോണയുടെ പ്രശ്നം കൊണ്ടൊക്കെ എത്രത്തോളം ഒരു ഇതിലെത്തിപ്പെടാൻ പ്രയാസം ഒക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ എത്തിക്കുന്ന രീതിയിലാണ് എല്ലാവരും എത്തിച്ചേർന്നത്. അത് പ്രത്യേകം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി അറിയിക്കാൻ എല്ലാവരും. ചെറിയ ക്ഷണം കൊണ്ട് തന്നെ എല്ലാവരും എത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ പഠിച്ച നമ്മളെ സഹപാഠികളൊക്കെ എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മൾ പ്രത്യേക ഷെഡ്യൂളുണ്ടെങ്കിൽ ഇതൊന്നും തയ്യാറാക്കിയിട്ടില്ല. നമ്മളെല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെടും. പിന്നെ വേറെ 1-2 എല്ലാവർക്കും ഒന്ന് എല്ലാ മാർക്ക് 2 വാക്ക് സംസാരിക്കണമെന്നുണ്ട്. വേറെ എന്തെങ്കിലും പറയണ്ടോ? അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാണ്. നമ്മൾ ചെറിയൊരു ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചഭക്ഷണത്തോടുകൂടി ചെയ്യാവുന്ന രീതിയിലാണ്. കൂടുതൽ ടൈം എടുത്താലും പ്രശ്നമുള്ള ഇതോടൊക്കെ നമ്മൾ ചെറുതാക്കിയിട്ട് ഇതൊരു കേക്കൊക്കെ സ്പോൺസർ ചെയ്താണ് കൊടുത്തത്. പ്രവാസികളൊക്കെ ഭയങ്കര കേക്കൊക്കെ വന്നത്. നമ്മളുപോലെ അറിയാതെ ഒരു രാവിലെ വിളിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് സാധനം എടുത്തുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അറിയാം. അപ്പം അത്രയും എല്ലാവർക്കും ഭയങ്കര നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കാലഘട്ടം. കോളേജൊക്കെ വന്നിട്ട് നമുക്ക് ഒന്നുകൂടി മെച്ചമൊക്കെ ആയിട്ട് അതിൻ്റെ ഇത് പോകും. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു നിഷ്കളങ്കമായ കുറേ സൗഹൃദങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഓർമ്മകളൊക്കെയാണ്. നമ്മൾ ഒരു പക്വതയില്ലാത്ത കാലത്തുണ്ടായ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടേക്ക് ഇതിലൊക്കെ പലരും നമുക്ക് പേഴ്സണൽ തന്നെ ബന്ധം നമുക്കറിയാം. കാരണം പല ഘട്ടങ്ങളും നമ്മളെ സഹായിക്കുന്നതും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ബന്ധം ജീവിതകാലം മൊത്തം ഉണ്ടാക്കാം. നമ്മൾ ആ ചെറുപ്പകാലത്ത് നമ്മൾ കൂടെ കളിച്ചു വരും. നമുക്കറിയാം ജനലൊന്നും ഈ ജനലൊന്നും ഉണ്ടായിരുന്നില്ല. ചാടും അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ പറമ്പൂച്ചിട്ടുണ്ടെങ്കിൽ ആടും. കുറേ കൈ ഒടിഞ്ഞവരുണ്ട്. അങ്ങനെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്കൂൾ കാലഘട്ടം നമുക്ക് അന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ദേഷ്യവും സ്കൂളില്ലാതെ ഭയങ്കര സന്തോഷം.
ഇന്ന് നമ്മൾ ഈ ഒരു 18 വർഷത്തിന് ശേഷം ഒന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് എത്ര രാത്രികളാണ് ഞങ്ങൾ ഫോൺ ചെയ്തിട്ടും എന്താ എവിടെയുള്ളവരെ പോയി കണ്ടിട്ടും എന്താ മീറ്റിംഗ് ഒക്കെ ഏതെങ്കിലും ചായക്കടിയിലൊക്കെ കാണും. അങ്ങനെ കുറേ നടന്നിട്ടൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോയി. കാരണം നമ്മൾ ആ ഒരു വീണ്ടും ആ ഒരു കാലഘട്ടം നമ്മളിവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എത്രത്തോളം സക്സസ് ആയി അറിയുന്നില്ല, എന്നാലും അങ്ങനെ ഒരുപാട് പ്രയത്നമാണ്. അന്നൊക്കെ നമ്മൾ സ്കൂൾക്ക് വരാൻ പഠിക്കില്ല, ഇപ്പോൾ സ്കൂൾക്ക് വരാൻ ഉണ്ടാക്കിയ അവസ്ഥകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാറ്. എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമുണ്ട്. എല്ലാവരും വന്ന് എല്ലാവരും ഉണ്ടാവുക, പിന്നെ ടീച്ചേഴ്സും ഉണ്ടാകും. ഒരിക്കൽ കൂടി നന്ദി പറയാം. നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോന്ന് പറയാം. അപ്പോൾ ആദ്യം എല്ലാവരും വന്ന് പരിചയപ്പെട്ടാൽ ആദ്യം പോയി 10ാം ക്ലാസ്സിൽ ഞാൻ ഈ സ്കൂളിൽ തോന്നി തുടങ്ങിയ ശേഷം തിരുവനന്തപുരം തോറ്റിക്കൊണ്ടേ ഒത്തിരി കാലം ഞാൻ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. 7 തൊട്ട് 8 തൊട്ട് 9. പിന്നെ 10 മാസമായി പ്ലസ് മഞ്ചേരിയായിരുന്നു. മഞ്ചേരിയിൽ വീണ്ടും മാഷ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അറിഞ്ഞത് ഞാൻ പ്ലസ് ചെയ്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അനീസ് ഞാൻ എന്നോട് പറഞ്ഞത് സമയം കഴിഞ്ഞ് അടുത്ത് നോക്കാറ്. അപ്പോൾ അടുത്ത അവസരം വേണം പ്ലസ് 2 പഠിക്കും, നിർത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഞാൻ സ്കൂളിൽ പോകാതെ ഞാൻ ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫൈനോട് കൂടെ കോളേജ് ഇവിടെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. കൊമ്പനുണ്ടാകും. ഒരു പ്രാവശ്യം പഠിച്ചിരുന്നു. നിർത്തും ഇനി കയ്യിലെ കുട്ടികളൊക്കെ ഉള്ളതാണ്. കാരണം നിർത്തൂല, നിർത്തും എന്നാലും മരിക്കുന്നവരെ പഠിക്കുന്നവരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാഷ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞാൽ ആദ്യം വീട്ടിലെത്താൻ വേണ്ടി ഓടണത്. ഇവിടുന്ന് ഫുള്ള് ന്യൂട്രല്ലേ, അന്നേക്ക് ഓടുമ്പോൾ കാലിവിടെ ഓടുക. ഇപ്പോൾ അതാണ് പേടിയത്. അന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നതറിയില്ല. അന്ന് വേഗം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി പ്ലസ് 2 മഞ്ചേരി ഇരുന്നു. കഴിഞ്ഞ് പിന്നെ കുറേ മേഖലയിൽ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഗുഡ്സിലുണ്ട്, ഗുഡ്സ് ഇവിടെ പോയി കൂട്ടുണ്ടെങ്കിൽ തന്നെ ഓടുന്നുണ്ട്. പിന്നെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. പിന്നെ അതിൽ പറയാൻ പറ്റില്ല. എല്ലാവരും നിരോധിച്ച സാധനം ചെയ്യുന്നുണ്ട്. ബംഗാളി പീടി ചെയ്യുന്നുണ്ട്. പറ്റില്ല. മലപ്പുറം കോഴിക്കോട് വയനാട് ഒരു 100 ബംഗാളികളെ ബംഗാളി സപ്ലൈസ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ 9ാം ക്ലാസ് വരെ വലിച്ചെന്ന് വെച്ചാൽ ഒരു വലിയ, അതിനുശേഷം സാധനം കൊടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ സെയിൽ ചെയ്യണം. ആൾക്കാർ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടില്ല കൊടുക്കണം. അത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ ആരും വലിക്കണ്ടെന്ന് പറയാം. കസ്റ്റമറിൻ്റെ അടുത്ത് പറയും ഇത് വലിച്ചാൽ ഞാൻ ആദ്യം ആരും വലിക്കണം എന്ന് കൊടുക്കണ്ട, വേണ്ടവർ വലിക്കുക. ഇൻഷൂർ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. മരിച്ചു പോകില്ല, നമ്മളാരും ചതിക്കില്ല. അങ്ങനെ പോണ്, ഹാപ്പിയായിട്ട് പോണു. താമസം മാറി വേറെ വീട് വെച്ചിട്ടുണ്ട്. 2 വർഷമായിട്ട് താമസം മാറി. 2 കുട്ടികളുണ്ട്. ഇംഗ്ലീഷിൽ തോറ്റു, അതിനുശേഷം പറഞ്ഞു നിർത്തി. 2008 10ാം മാസം മുതൽ JCB ക്ലീനറായിട്ട് പോയി. 2010 മുതൽ 2014 വരെ JCB ഓടിക്കുന്നു. 2014 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പുതിയ വന്ന് KSRTC കണ്ടക്ടർ അയക്കാം. 2018 ഡിസംബർ 16 വരെ KSRTC കണ്ടക്ടറായിട്ട് പോയി. പൊന്നാനി ഡിപ്പോയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ബാംഗ്ലൂർ വരെ എല്ലാ സർവീസും എല്ലാ റൂട്ടാനപ്പോയി ഓട്ടോക്കായി എല്ലാം പോയിട്ടുണ്ട്. 5 വർഷം KSRTC. പിന്നെ ഹൈക്കോടതിയുടെ വിധി പ്രകാരം കുറച്ച് ആളുകളെ മാറ്റിയിട്ട് നമ്മൾ പുറത്തായി. പിന്നെ തിരിച്ചെടുത്തതിന് സമയത്ത് പോയില്ല. അങ്ങനെ 2019 ജനുവരി 2 മുതൽ വീണ്ടും JCB തന്നെ ആദ്യം പോയിട്ട് അതേ കമ്പനിയിൽ മലപ്പുറത്ത് ആലപ്പുഴയ്ക്കുള്ള ഒരു കമ്പനിയിൽ പോകുന്നത്. സാമ്പത്തികമായിട്ട് ഇതാണ് കൂടുതൽ. ഡ്രൈവർ ഓടിക്കുന്നുണ്ട്. 2 ഓടിയിട്ട് കൊണ്ടിട്ടുണ്ട്. അത് മലപ്പുറത്ത് മേൽമുറിയിൽ ഓടുന്നുണ്ട്. ഞാൻ ആലപ്പുഴയ്ക്കുള്ള വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടർ, ക്ലാസ് കോൺട്രാക്ടർ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പണിക്കുന്നത്. ഇപ്പോൾ ഒരു 18 ദിവസമായിട്ട് കോടൂർ പഞ്ചായത്ത് അടയ്ക്കണം. അവിടെ വർക്ക് പേടിയാണ്. ശരിയാവണില്ലേ?
കണ്ണുകൂടി വെള്ളം വരുന്നുണ്ട്. സാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലല്ല ഒരാളെ കൂടി ചോദിച്ചു.